ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? അപ്പോൾ ഇന്ന് വെജ് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ വീട്ടിൽ. അതും വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിളായിട്ട് എടുത്തെടുക്കുന്നത് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉരുളൻകിഴങ്ങായിട്ട് എടുത്തേക്കണം. ചെറിയ 2 ഉരുളൻകിഴങ്ങാണ്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ സബോള 2 എടുത്തിട്ടുണ്ട്, അതും ചെറുതാണ്. പിന്നെ ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, അതാണ് എടുത്തേക്കണം കേട്ടോ. പിന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കണതിൻ്റെ ഇടയിലാണ് അത് ആഡ് ചെയ്തത്. പിന്നെ സോയാബീൻ എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഇല്ലാത്ത ബിരിയാണി അല്ലേ, ഇപ്പോൾ സോയാബീൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സോയാബീനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിലാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടപ്പേ സ്പീഡിൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ പട്ട, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്കായ, അതുപോലെ കുരുമുളക്, അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ക്യാരറ്റ്, സബോള, ഉരുളൻകിഴങ്ങ്, അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ വേണ്ടി മറന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കേണ്ടതാണ്, നമ്മൾ മറന്നു പോയതാണ്. പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി ഇടാൻ മറന്ന കാര്യം. അപ്പോൾ അത് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള കാരണം കേട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ ബിരിയാണി മസാലയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കരിയാണ്ട് ശ്രദ്ധിക്കുക. അപ്പം മസാലയുടെ ഈ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിടാം. അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ സെയിം ഗ്ലാസ്സിന് തന്നെ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ 3 ഗ്ലാസ് അരി നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അരിയൊന്നും കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പ് അല്പം മുന്തി നിൽക്കണം കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട്. മല്ലിയില അല്ല കേട്ടോ, പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ സോയാബീൻ നമുക്കൊന്ന് മസാല തിരുമ്പി എടുക്കണം. അപ്പോൾ സോയാബീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം നമ്മളതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഒന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അല്പം മുന്തിരിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് സൺഡേസിലും അതുപോലെ തന്നെ മടിയുള്ള സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും ചെയ്യും. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സോയാബീനും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട കേട്ടോ. അതല്ല, ഇഷ്ടമാണുള്ളവർക്ക് അത് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ സോയാബീൻ വറക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സബോളയുടെ പകുതിയും കൂടി നൈസായി അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ വിസിലേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരൊറ്റ വിസിൽ തന്നെ സംഗതി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും നമ്മുടെ സോയാബീൻ അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്കറിയാം. എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.